ഈശ്വരകൃഷ്ണൻ എന്ന് പറഞ്ഞവരെ നമ്മളെല്ലാവരും പീഡാനുവാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തില് ഈശോ നമ്മളോട് പറയുകയാണ്, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായി. എന്നിട്ട് ഈശോ പറയുകയാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, എന്നാൽ അഴിയുന്നെങ്കിലോ നിലത്ത് വീണ് അഴിയുന്നെങ്കിലോ അത് ഒരുപാട് ഫലം പുറപ്പെടുവിക്കും എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈശോ പറയുകയാണ്, ഈ ഗോതമ്പ് മണി എന്ന് പറയുന്ന ഒരു ഉപമ എടുക്കുകയാണ്. ഈശോ പറയുകയാണ്, ഗോതമ്പ് മണി എന്ന് പറയുന്ന ഒരു സംഗതി, അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെതായിട്ടൊരു പദ്ധതിയുണ്ട്. അതിനെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്താണ്? അത് ഫലം പുറപ്പെടുവിക്കണം എന്നുണ്ടെങ്കിൽ നിലത്ത് വീണ് അഴിയണം എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന് അതിനെക്കുറിച്ച് സ്വപ്നമുണ്ട്, ദൈവത്തിന് അതിനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പ്രകാരം മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനൊരു പക്ഷേ വേദനകൾ ഏറ്റെടുക്കേണ്ടി വരും, നിലത്ത് വീണ് അഴിയേണ്ടി വരും. എങ്കിൽ മാത്രമേ അതിൽ നിന്നും നല്ല ഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് സുവിശേഷത്തിലൂടെ ഒരു ഉപമയിലൂടെ നമ്മൾ ഓർമ്മിക്കുകയാണ്. ഈ ഉപമയിലൂടെ ഈശോ നമ്മളെ ഓർമ്മിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതിക്ക് ഞാൻ നിന്നു കൊടുക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലൂടെ ഫലം പുറപ്പെടുവിക്കാനായിട്ട്, അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതമായിട്ട് എൻ്റെ ജീവിതം മാറ്റപ്പെടുകയുള്ളൂ. നമുക്കറിയാം, അൽഫോൻസമ്മയൊക്കെ ഏറെ സ്വാധീനിച്ച ഒരു വചനമാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗമായി ചെയ്യുമ്പോൾ നമുക്ക് ഇപ്രകാരം ഒന്ന് ധ്യാനിക്കാം. അതായത് എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി അത് എന്തായാലും എന്നിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ടതാണ്, അല്ലെ? ഈശോ മനുഷ്യാവതാരം ചെയ്തപ്പോ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു, അല്ലെ? ഈശോയിലൂടെ, അല്ലെങ്കിൽ ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യവംശത്തെ മുഴുവനുമായിട്ടും രക്ഷിക്കണം, അല്ലെങ്കിൽ ആ മനുഷ്യവംശം മുഴുവനായിട്ടും രക്ഷിക്കപ്പെടണം എന്ന് പറയുന്ന വലിയൊരു പദ്ധതി ദൈവത്തിനുണ്ടായിരുന്നു. അത് ഈശോ കടന്നുപോയ ചില സഹനങ്ങളിലൂടെ, ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നത് പോലെ ഈശോ തന്റെ ജീവിതത്തിലൂടെ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തതിലൂടെ ആ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടു. എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തെ കുറിച്ചും ദൈവത്തിന് ദൈവത്തിൻ്റെതായിട്ടുള്ള പദ്ധതി ഉണ്ടായിരിക്കും. ആ പദ്ധതിക്ക് അനുസരിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു പക്ഷേ ചില സമയങ്ങളിലെങ്കിലും ചെറിയ ചെറിയ സഹനങ്ങളിലൂടെ, ചില രോഗങ്ങളിലൂടെയൊക്കെ നമ്മളും കടന്നു പോകേണ്ടതായിട്ട് വരും. ഒരു ഗോതമ്പ് മണി സ്വയം അഴിഞ്ഞ് ഇല്ലാതായി ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ തന്നെ നമ്മളും നമ്മുടെ ജീവിതത്തിലൂടെ സഹനങ്ങളെ ഏറ്റെടുക്കുമ്പോൾ, ദൈവത്തിന്റെ പദ്ധതിയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ കണ്ണില് നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആ സഹനങ്ങളെ ധീരതയോടെ ഏറ്റെടുക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും